പ്രിയപ്പെട്ടവരെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്നലെ മുൻ ഇടത് സ്വതന്ത്ര MLA കാരാട്ട് റസാഖ് നടത്തിയത്. കാരാട്ട് റസാഖ് പറഞ്ഞത് പ്രകാരം ഉദ്യോഗസ്ഥരിലെ ക്രിമിനലുകളെ സംരക്ഷിച്ചു പിടിക്കുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നാണ്. അഹങ്കാരവും ധാർഷ്ട്യവുമുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് എന്നാണ്. ഗുരുതരമായ ആരോപണമാണ് മുൻ ഇടത് MLA കാരാട്ട് റസാഖ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. PV അൻവറിന്റെ വെളിപ്പെടുത്തലുകൾക്കും ആരോപണങ്ങൾക്കും പിന്നാലെയാണ് കാരാട്ട് റസാഖിന്റെ പ്രതികരണം വന്നത്. കാരാട്ട് റസാഖ് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ശ്രീ കാരാട്ട് റസാഖ്, വെരി ഗുഡ് മോർണിംഗ്. നമസ്കാരം. വെരി വെരി ഗുഡ് മോർണിംഗ്. സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. സുഖമാണ്. ശ്രീ കാരാട്ട് റസാഖ്, എന്തൊക്കെയാണ് നടക്കുന്നത്? PV അൻവർ MLA കാര്യങ്ങൾ തുറന്നടിക്കുന്നു. തൊട്ടു പിന്നാലെ KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മതിയാക്കുന്നു. അദ്ദേഹം ഒരു പോർട്ടൽ തുടങ്ങാൻ പോകുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലെ കള്ളനാണയങ്ങൾ തുറന്നു കാട്ടുമെന്ന് പറയുന്നു. താങ്കൾ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ രംഗത്ത് വരുന്നു. ശ്രീ കാരാട്ട് റസാഖ്, നിങ്ങൾ മൂന്നുപേരും കൂടിയുള്ളൊരു കൂടിയാലോചനയാണോ, ആ തിരക്കഥയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞങ്ങൾ 3 പേരല്ല, വേറെയും ആളുകളുണ്ട്. പക്ഷെ അത് കൂടിയാലോചന മാത്രമേ ഉള്ളൂ, ഗൂഢാലോചന ഇല്ല. കൂടിയാലോചനയുണ്ട്. കൂടിയാലോചന ഉണ്ട്, ഗൂഢാലോചന ഇല്ല. ഗൂഢാലോചന തൽപര കക്ഷികൾ കൂട്ടിച്ചേർക്കുന്നതാണ്. പക്ഷേ താങ്കളത് സമ്മതിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ PV അൻവർ ഇക്കാര്യം മാധ്യമങ്ങളോട് പറയുന്നതിന് മുൻപ് ഒരുപാട് പേരുമായി സംസാരിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ശ്രീ കാരാട്ട് റസാഖിനോട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു അല്ലേ? അല്ല, അത് സംബന്ധിച്ച് അങ്ങനെ തീർത്ത് പറയാൻ കഴിയില്ല. ഞങ്ങൾ പലപ്പോഴായിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ശ്രീ കാരാട്ട് റസാഖ്, അങ്ങ് ഈ പി ശശിയുടെ കാര്യത്തിൽ വളരെ ഉറച്ച ഒരു നിലപാടാണ് താങ്കൾക്കുള്ളതെന്ന് തോന്നുന്നു. പക്ഷെ അതേസമയം ADGPയുടെ കാര്യത്തിൽ താങ്കൾ മൗനം പാലിക്കുന്നതായി ഒരു സംശയമുണ്ട്. യഥാർത്ഥത്തിൽ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുള്ളതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ശ്രീ കാരാട്ട് റസാഖ്? അല്ല, പരാതിക്കാരന് PV അൻവറാണ്. അദ്ദേഹത്തിനാണ് ADGP ആയിട്ടും അതേപോലെ SP ആയിട്ടൊക്കെ ചില പ്രശ്നങ്ങളുള്ളത്. പല പരാതികളും അദ്ദേഹമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ അതിലേക്കൊന്നും എനിക്ക് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിച്ച് സത്യമാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളൊരു അഭിപ്രായം മാത്രമാണ് എനിക്കുള്ളത്. പക്ഷേ പി ശശിക്കെതിരെ, പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഞാൻ പറഞ്ഞത്, ഈ അന്വേഷണമൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അത് സാധ്യമാകുകയില്ല എന്നുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് എനിക്കുള്ളത്. ഏതൊരു അന്വേഷണം നടക്കുമ്പോഴും അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. അത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമാണോ അല്ലേ എന്നുള്ളത് ഗവൺമെൻറ്റാണ് പരിശോധിക്കേണ്ടത്. ഗവൺമെൻറ് പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിയിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇവരെ ഇത്തരം ആളുകളൊക്കെ ആയിട്ട് ഒരു ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ നിരക്ക് ഏത് അന്വേഷണവും അവിടെ സ്വാധീനിക്കപ്പെട്ട് നിശ്ചലമായി പോകും എന്നാണ് അന്വേഷണ വേളയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശി തുടരുന്നത് ശരിയല്ല. അതെ 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 പി ശശി തുടരുന്നത് ശരിയല്ല. അദ്ദേഹത്തെ മാറ്റി നിർത്തി അദ്ദേഹത്തെയും കൂടി ഈ PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള അഭിപ്രായം കൂടിയാണ് എനിക്കുള്ളത്. അതായത് ADGP കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അറിയാതെ പോയി എന്നാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ADGP ചെയ്തതിൽ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ഒരു പങ്കുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടി അറിവോടുകൂടിയാണ് എന്നാണ് ശ്രീ കാരാട്ട് റസാഖ് പറയുന്നത്. അങ്ങനെയാണോ? അതെ 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 അതെ